السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ അറാഫ് 123 മുതലുള്ള വചനങ്ങളിലേക്ക്. കഴിഞ്ഞ വചനങ്ങളിൽ നാം കണ്ടത് ഫിർഔനിൻ്റെ വ്യാമോഹങ്ങളെല്ലാം തകർന്നടിയുന്ന കാഴ്ചയാണ്. മാരണവിദ്യക്കാരിലൂടെ അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെയും പരാജയപ്പെടുത്താം എന്ന വ്യാമോഹം. സാക്ഷാൽ പ്രപഞ്ചനാഥനിൽ, അതായത് മൂസയുടെയും ഹാറൂനിൻ്റെയും നാഥനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന മായാജാലക്കാരുടെ പ്രഖ്യാപനം ഫിർഔനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം താൻ തന്നെയാണ് പ്രപഞ്ചനാഥൻ എന്ന അവകാശവാദവുമായി നടക്കുന്ന ആളാണ് ഫിർഔൻ. അതിനാൽ തന്നെ പൊട്ടിത്തെറിക്കുകയും ആക്രോശിക്കുകയുമാണ് ഫിർഔൻ. ഒപ്പം കള്ളപ്രചരണങ്ങളും വ്യാജ ആരോപണങ്ങളും അഴിച്ചുവിടുകയാണ് അയാൾ. ജനങ്ങൾ തന്നോടൊപ്പം നിൽക്കണം, അവർ മാറി ചിന്തിക്കുന്നതിനെ തടയണം എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഫിർഔന്. അതുകൊണ്ട് തന്നെ ശക്തമായ ഭീഷണിയുടെ സ്വരത്തിലാണ് ഫിർഔൻ സംസാരിക്കുന്നത്. അഹങ്കാരിയും സ്വേച്ഛാധിപതിയുമായ ഫിർഔനിൻ്റെ പ്രതികരണങ്ങൾ അള്ളാഹുവിൻ്റെ വാക്കുകളിലൂടെ കേൾക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഫിർഔനു ആമന്തും ബിഹി ഖബ്ല അൻ ആദന ലക്കും ഇന്ന ഹാദാ ലമക്റും മഖർതുമൂഹു ഫിൽ മദീനതി ലിതുഖ്രിജൂ മിൻഹാ അഹ്ലഹാ ഫസൗഫ തഅലമൂൻ. ഫിർഔൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണോ? ഈ നഗരത്തിലുള്ളവരെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും കൂടി ഇവിടെ വെച്ച് നടത്തിയ ഒരു ഗൂഢതന്ത്രം തന്നെയാണിത്. അതിനാൽ വഴിയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും. ലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫിൻ സുമ്മ ലഉസല്ലിബന്നകും അജ്മഈൻ. നിങ്ങളുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി ഞാൻ മുറിച്ചു കളയുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളെ മുഴുവൻ ഞാൻ ക്രൂശിക്കുകയും ചെയ്യും. ഖാലൂ ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ. അവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവിങ്കലേക്കാണല്ലോ ഞങ്ങൾ തിരിച്ചെത്തുന്നത്. വമാ തൻഖിമു മിന്നാ ഇല്ലാ അൻ ആമന്നാ ബിആയാതി റബ്ബിനാ ലമ്മാ ജാഅത്നാ റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾക്ക് വന്നപ്പോൾ ഞങ്ങൾ അത് വിശ്വസിച്ചു എന്നത് മാത്രമാണല്ലോ നീ ഞങ്ങളുടെ മേൽ കുറ്റം ചുമത്തുന്നത്. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞു തരികയും ഞങ്ങളെ നീ മുസ്ലിങ്ങളായി മരിപ്പിക്കുകയും ചെയ്യണമേ. തൻ്റെ അനുമതിയില്ലാതെ സത്യവിശ്വാസം പുൽകിയതിനെ ശക്തമായ ഭാഷയിൽ ചോദ്യം ചെയ്യുന്ന ഫിർഔൻ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണമാണ് ഗൂഢാലോചന. ഈജിപ്ത് നിവാസികളെ പുറത്താക്കുവാനും ഭരണം പിടിച്ചെടുക്കുവാനുമായി മൂസ അലൈഹിസ്സലാമയും മാരണവിദ്യക്കാരും ഒത്തുചേർന്ന് തന്ത്രം ആവിഷ്കരിക്കുകയായിരുന്നു എന്നാണ് ഫിർഔൻ ആരോപിക്കുന്നത്. ക്രൂരമായി മർദ്ദിക്കും, വധിക്കും എന്നെല്ലാമുള്ള ഭീഷണികൾക്ക് മുന്നിൽ ചഞ്ചലരാകാതെ നിലകൊണ്ടു മായാജാലക്കാർ. ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, പ്രഭാതത്തിൽ അവർ സത്യനിഷേധികളും ആഭിചാരകരുമായിരുന്നു, പ്രദോഷത്തിലാകട്ടെ പുണ്യവാന്മാരും രക്തസാക്ഷികളുമായി. അൽ ബഹറുൽ മുഹീത്ത് 4:364 വ്യക്തമാക്കുന്നു. ഫിർഔൻ ഭീഷണിപ്പെടുത്തിയ ശിക്ഷ നടപ്പാക്കിയില്ല എന്ന് അഭിപ്രായപ്പെടുന്ന മുഫസ്സിറുകളുമുണ്ട്. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങി ഭൂരിപക്ഷം മുഫസ്സിറുകളും അഭിപ്രായപ്പെടുന്നത് ശിക്ഷ നടപ്പിൽ വരുത്തി എന്ന് തന്നെയാണ്. ഖറാഇബുൽ ഖുർആൻ ഇപ്രകാരം വ്യക്തമാക്കുന്നു. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ക്ഷമ ചൊരിഞ്ഞു തരണമേ എന്നും മുസ്ലിമായി മരിപ്പിക്കണമേ എന്നും അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു.
وقال الملأ من قوم فرعون أتذر موسى وقومه ليفسدوا في الأرض ويذرك وآلهتك قال سنقتل أبناءهم ونستحيي نساءهم وإنا فوقهم قاهرون. ഫിർഔന്റെ ജനതയിലെ പ്രമാണിമാർ പറഞ്ഞു, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുവാനും താങ്കളെയും താങ്കളുടെ ദൈവങ്ങളെയും വിട്ടുകളയുവാനും താങ്കൾ മൂസയെയും അവന്റെ ആൾക്കാരെയും അനുവദിച്ചു വിടുകയാണോ? ഫിർഔൻ പറഞ്ഞു, നാം അവരുടെ, അതായത് ഇസ്രായേല്യരുടെ ആൺമക്കളെ കൊന്നൊടുക്കുകയും അവരുടെ സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്യുന്നതാണ്. തീർച്ചയായും നാം അവരുടെ മേൽ സർവാധിപത്യമുള്ളവരായിരിക്കും. قال موسى لقومه استعينوا بالله واصبروا إن الأرض لله يورثها من يشاء من عباده والعاقبة للمتقين. മൂസ തന്റെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവോട് സഹായം തേടുകയും ക്ഷമിക്കുകയും ചെയ്യുക. തീർച്ചയായും ഭൂമി അല്ലാഹുവിൻ്റെതാകുന്നു. അവന്റെ ദാസന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് അവകാശപ്പെടുത്തി കൊടുക്കുന്നു. പര്യവസാനം ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും. ഖാലൂ ഊദീനാ മിൻ ഖബ്ലി അൻ തഅതിയനാ വമിൻ ബഅദി മാ ജിഅതനാ ഖാല അസാ റബ്ബുകും അൻ യുഹ്ലിക അദുവ്വകും ويستخلفكم في الأرض فينظر كيف تعملون. അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ അടുത്ത് ദൂതനായി വരുന്നതിൻ്റെ മുമ്പും താങ്കൾ ഞങ്ങളുടെ അടുത്ത് വന്നതിന് ശേഷവും ഞങ്ങൾ മർദ്ദിക്കപ്പെട്ടിരിക്കുകയാണ്. മൂസ പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിക്കുകയും ഭൂമിയിൽ നിങ്ങളെ അവൻ അനന്തരാവകാശികളാക്കുകയും ചെയ്തേക്കാം. എന്നിട്ട് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവൻ നോക്കുന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാമയുടെ മേൽ ഫിർഔൻ നടപടികളൊന്നും സ്വീകരിച്ചില്ല. മൂസാ നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ച് ഫിർഔനിന്റെ മനസ്സിൽ ശക്തമായ ഭയം ഉടലെടുത്തു എന്നതാണ് വാസ്തവം. എന്നാൽ ഫിർഔൻ അത് മറച്ചുവെച്ചു. നടപടിക്ക് കാലതാമസം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയ രാജസദസ്സിലെ പ്രമാണിമാർ ഫിർഔനെ ഉണർത്തി, മൂസയെയും അനുയായികളെയും സ്വതന്ത്രരായി വിട്ടാൽ അവർ നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാക്കും. താങ്കളുടെ ഭരണത്തെയും മതത്തെ തന്നെയും അവർ അട്ടിമറിക്കും. ഇത് കേട്ട ഫിർഔൻ പ്രഖ്യാപിച്ചു, നാം ബനൂ ഇസ്രായേലിലെ പുരുഷന്മാരെ മുഴുവൻ വധിക്കും, സ്ത്രീകളെ വധത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. സ്ത്രീകളെ ഒഴിവാക്കുമെന്നത് സദുദ്ദേശത്തോടെയുള്ള പ്രഖ്യാപനമല്ല. അവർ നമ്മുടെ ആധിപത്യത്തിന് കീഴിലുമാണല്ലോ എന്ന അഹങ്കാരത്തിന്റെ വാക്കുകൂടി ഫിർഔൻ കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ വംശത്തെ നാമാവിശേഷമാക്കുമെന്നാണ് ഫിർഔൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമയെ സമീപിച്ച് പറഞ്ഞു, താങ്കൾ പ്രവാചകനായി വരുന്നതിന് മുമ്പും ഞങ്ങൾ ആക്രമിക്കപ്പെടുകയും പീഡിതരാക്കപ്പെടുകയും ചെയ്തു. ഇപ്പോഴും അതുതന്നെ ആവർത്തിക്കുന്നു. എന്തു തന്നെ പ്രയാസങ്ങളും വിഷമങ്ങളും നേരിടേണ്ടി വന്നാലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശക്തമായി നിലയുറപ്പിക്കാനും അള്ളാഹുവോട് സഹായം തേടാനും മൂസാ നബി അലൈഹിസ്സലാം ആ ജനതയെ ഉപദേശിച്ചു. ആധിപത്യവും അധികാരങ്ങളും ആരിലും സ്ഥിരമായി നിലനിൽക്കില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവരിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കും. അക്രമികളെ നശിപ്പിക്കുകയും അധികാരം നിങ്ങളിലേക്ക് അള്ളാഹു നൽകുകയും ചെയ്തേക്കാം. അതിനാൽ അള്ളാഹുവിൻ്റെ മാർഗം മുറുകെ പിടിക്കുക, സൂക്ഷ്മത പാലിച്ച് മുന്നോട്ട് പോവുക. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാത്രമാണ് അന്തിമ വിജയം എന്നും അദ്ദേഹം ജനങ്ങളെ ഉണർത്തി. وَلَقَدْ أَخَذْنَا آلَ فِرْعَوْنَ بِالسِّنِينَ وَنَقْصٍ مِّنَ الثَّمَرَاتِ لَعَلَّهُمْ يَذَّكَّرُونَ. ഫിർഔന്റെ ആൾക്കാരെ വരൾച്ചയുടെ കൊല്ലങ്ങളും വിളകളുടെ കമ്മിയും കൊണ്ട് നാം പിടികൂടുകയുണ്ടായി, അവർ ചിന്തിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി. فإذا جاءتهم الحسنة قالوا لنا هذه وإن تصبهم سيئة يطيروا بموسى ومن معه
അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹി വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. എന്നാൽ അവർക്കൊരു നന്മ വന്നാൽ അവർ പറയുമായിരുന്നു, നമുക്ക് അർഹതയുള്ളത് തന്നെയാണിത്. ഇനി അവർക്ക് വല്ല തിന്മയും ബാധിച്ചുവെങ്കിലോ അത് മൂസയുടെയും കൂടെയുള്ളവരുടെയും ശകുനപ്പിഴയാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അല്ല, അവരുടെ ശകുനപ്പിഴ അള്ളാഹുവിൻ്റെ പക്കൽ തന്നെയാകുന്നു. പക്ഷെ അവരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. വഖാലൂ മഹ്മാ തഅ്തിനാ ബിഹി മിൻ ആയത്തിൻ ലിതസ്ഹറനാ ബിഹാ ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ. അവർ പറഞ്ഞു, ഞങ്ങളെ മായാജാലത്തിൽ പെടുത്താൻ വേണ്ടി ഏതൊരു ദൃഷ്ടാന്തവുമായി നീ ഞങ്ങളുടെ അടുത്ത് വന്നാലും ഞങ്ങൾ നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. സൃഷ്ടാവായ അള്ളാഹുവിനെയും അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരെയും അവരിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത ദൃഷ്ടാന്തങ്ങളെയും നിഷേധിക്കുകയും ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും നിലപാടുകൾ മാത്രം സ്വീകരിക്കുകയും ചെയ്ത ഫിർഔനും കൂട്ടർക്കുമുള്ള പരീക്ഷണങ്ങൾ വരികയായി. അവർക്ക് മാറി ചിന്തിക്കുവാനുള്ള അവസരം കൂടിയാണ് അള്ളാഹു നൽകുന്നത്. അവരുടെ കാർഷിക വിളകളിലും ധാന്യങ്ങളിലുമെല്ലാം വമ്പിച്ച ഇടിവ് നേരിട്ടു. ലഭിക്കുന്ന നന്മകൾക്കെല്ലാം തങ്ങൾ അർഹരാണെന്ന് വാദിക്കുന്ന അവർ തങ്ങൾക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളും പരീക്ഷണങ്ങളും മൂസാ നബി അലൈഹിസ്സലാമയുടെയും അനുയായികളുടെയും സാന്നിധ്യം കൊണ്ടാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഒക്കെയും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവർ സന്നദ്ധരല്ല. തങ്ങളെ വിശ്വസിപ്പിക്കുവാനായി ഏതൊരു ദൃഷ്ടാന്തം കൊണ്ടുവന്നാലും ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് അവർ ശഠിക്കുകയും ചെയ്യുന്നു. فأرسلنا عليهم الطوفان والجراد والقمل والضفادع والدم آيات مفصلات فاستكبروا وكانوا قوما مجرمين. വെള്ളപ്പൊക്കം, വെട്ടുകിളി, പേൻ, തവളകൾ, രക്തം എന്നിങ്ങനെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവരുടെ നേരെ നാം അയച്ചു. എന്നിട്ടും അവർ അഹങ്കരിക്കുകയും കുറ്റവാളികളായ ജനതയായിരിക്കുകയും ചെയ്തു. വലമ്മാ വഖഅ അലൈഹിമുർ റിജ്സു ഖാലൂ യാ മൂസ ഉദ്ഉ ലനാ റബ്ബക ബിമാ അഹ്ദ ഇൻദക ലഇൻ കശഫ്ത അന്നാ الرجز لنؤمنن لك ولنرسلن معك بني إسرائيل. ശിക്ഷ അവരുടെ മേൽ വന്നു ഭവിച്ചപ്പോൾ അവർ പറഞ്ഞു, ഹേ മൂസ, നിന്റെ രക്ഷിതാവ് നിന്നോട് ചെയ്തിട്ടുള്ള കരാർ മുൻനിർത്തി ഞങ്ങൾക്ക് വേണ്ടി അവനോട് നീ പ്രാർത്ഥിക്കുക. ഞങ്ങളിൽ നിന്ന് ഈ ശിക്ഷ നീ അകറ്റി തരുന്ന പക്ഷം ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയും ഇസ്രായേൽ സന്തതികളെ നിന്നോടൊപ്പം ഞങ്ങൾ അയച്ചു തരികയും ചെയ്യുന്നതാണ് തീർച്ച. ഫലമ്മാ കശഫ്നാ അൻഹുമുർ റിജ്സ ഇലാ അജലിൻ ഹും ബാലിഗൂഹു ഇദാ ഹും യൻകുസൂൻ. എന്നാൽ അവർ എത്തേണ്ടതായ ഒരു അവധി വരെ നാം അവരിൽ നിന്ന് ശിക്ഷ അകറ്റിക്കൊടുത്തപ്പോൾ അവരതാ വാക്ക് ലംഘിക്കുന്നു. فانتقمنا منهم فأغرقناهم في اليم بأنهم كذبوا بآياتنا وكانوا عنها غافلين. അപ്പോൾ നാം അവരുടെ കാര്യത്തിൽ ശിക്ഷാ നടപടിയെടുത്തു. അങ്ങനെ അവരെ നാം കടലിൽ മുക്കിക്കളഞ്ഞു. അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കളയുകയും അവയെപ്പറ്റി അശ്രദ്ധരായിരിക്കുകയും ചെയ്തതിൻ്റെ ഫലമത്രയേ അത്. തുടർച്ചയായി പെയ്ത മഴയിൽ നാടാകെ ജലപ്രളയത്തിലായി. ജനജീവിതം ദുസ്സഹവും ദുഷ്കരവുമായപ്പോൾ അവർ കൂട്ടത്തോടെ മൂസാ നബി അലൈഹിസ്സലാമയെ സമീപിച്ചു. താങ്കൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. വിഷമങ്ങൾ നീങ്ങിക്കിട്ടിയാൽ താങ്കളിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ബനൂ ഇസ്രായേലിനെ താങ്കളോടൊപ്പം കൊണ്ടുപോകാൻ അനുവദിക്കുകയും ചെയ്യാം. അവർ കരാർ ചെയ്തു. അവരുടെ വാക്കുകൾ വിശ്വസിച്ച മൂസ അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിച്ചു.
പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കൊടുത്തു. എന്നാൽ അത് നിശ്ചിത സമയത്തേക്ക് മാത്രമായിരുന്നു. പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടിയ അവർ കരാർ ലംഘിക്കുകയും മുൻ നിലപാടുകളിൽ തന്നെ മാറ്റമില്ലാതെ തുടരുകയും ചെയ്തു. ഓരോ മാസങ്ങളുടെ ഇടവേളയിൽ അവർക്ക് പരീക്ഷണങ്ങൾ അള്ളാഹു നൽകിക്കൊണ്ടിരുന്നു. കൂട്ടം കൂട്ടമായി വന്ന വെട്ടുകിളികൾ അവരുടെ സസ്യോൽപ്പന്നങ്ങളെയും പഴവർഗ്ഗങ്ങളെയും നശിപ്പിച്ചു. അവ വീടുകളുടെ വാതിലുകളും മേൽക്കൂരകളും അവരുടെ വസ്ത്രങ്ങളും തിന്നു നശിപ്പിച്ചു. അപ്പോഴും പ്രാർത്ഥനയും കരാർ ലംഘനവും തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് വന്നത് ചെള്ളുകളാണ്. അവ അവരുടെ ശരീരങ്ങളിലും വസ്ത്രങ്ങളിലും പറ്റിപ്പിടിക്കുകയും അസഹനീയമായ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് തവളകളെ അയച്ചു. അവകളെ കൊണ്ടും അവർക്ക് വല്ലാത്ത പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. തുടർന്ന് സംഭവിക്കുന്നത് അവരുടെ ജലാശയങ്ങളിലും പാത്രങ്ങളിലും രക്തം കാണുവാൻ തുടങ്ങി. ഇത്രയേറെ പരീക്ഷണങ്ങൾ വന്നിട്ടും ആ സമൂഹത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഓരോ ഇടവേളകളിലും അവർ മൂസാ നബി അലൈഹിസ്സലാമയെ സമീപിച്ചു. അദ്ദേഹം അവർക്കായി പ്രാർത്ഥിച്ചു. പ്രയാസങ്ങൾ നീങ്ങുമ്പോൾ അവർ കരാർ ലംഘനം തുടരുകയും ചെയ്തുകൊണ്ടിരുന്നു. അള്ളാഹു അവർക്ക് നിശ്ചയിച്ച സകല സമയപരിധികളും കഴിയുകയായിരുന്നു. ഒടുവിൽ ആ ചരിത്ര നിയോഗത്തിന് അവർ അർഹരായി തീരുകയായിരുന്നു. ചെങ്കടലിൽ മുക്കി നശിപ്പിക്കപ്പെടുക എന്ന ചരിത്ര നിയോഗത്തിന്. ഫിർഔനിന്റെ ജനതയുടെയും നിലപാടുകൾ അവരെ അതിന് അർഹരാക്കി തീർത്തു എന്നതാണ് വസ്തുത. സൂറത്തുൽ അറാഫ് 123 മുതൽ 136 വരെ വചനങ്ങളാണ് നാം മനസ്സിലാക്കിയത്. 137 മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത്. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.